പെരുമഴയെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിൽ തൊടുപുഴ നഗരം മുങ്ങി. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കടകൾക്കുള്ളിൽ വെള്ളം കയറി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായി. തിങ്കളാഴ്ച വൈകിട്ട് 4 മണിയോടെ തുടങ്ങിയ മഴ ശക്തി പ്രാപിച്ചതോടെയാണ് നഗരം മുങ്ങിയത്. തൊടുപുഴ റോട്ടറി ജംഗ്ഷനിൽ മിനിറ്റുകൾക്കുള്ളിൽ 1 മീറ്ററോളം ഉയരത്തിൽ വെള്ളം നിറഞ്ഞു. പ്രസ് ക്ലബ്ബ് മുതൽ RTO ഓഫീസ് വരെയുള്ള 1/2 കിലോമീറ്റർ ദൂരത്തിൽ റോഡിൽ വെള്ളം ഉയർന്ന ഇരുവശത്തെയും കടകളിലേക്ക് ഇരച്ചു കയറി. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ബൈപ്പാസ് റോഡും വെള്ളത്തിലായി. മൗണ്ട് സിനായ് റോഡിൽ നിന്നും മറ്റ് ഇട റോഡുകളിൽ നിന്നും കുലംകുത്തി ഒഴുകിയെത്തിയ വെള്ളം നിമിഷങ്ങൾക്കുള്ളിൽ റോട്ടറി ജംഗ്ഷനെ മുക്കി. നഗരത്തിൽ മറ്റിടങ്ങളിലെ റോഡുകളെയും കനത്ത മഴ വെള്ളത്തിലാക്കി. നഗരത്തിൽ 100ഓളം കടകളിൽ വെള്ളം കയറി നാശമുണ്ടായി. സാധനങ്ങൾ എടുത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുള്ള സാവകാശം പോലും കച്ചവടക്കാർക്ക് ലഭിച്ചില്ല. കാറും ഓട്ടോറിക്ഷയും ബൈക്കുകളും വെള്ളക്കെട്ടിൽ 1 ഇഞ്ച് പോലും അനക്കാനാവാതെ കുടുങ്ങിപ്പോയി. ഓടകളിലെ മാലിന്യത്തിന് പുറമെ കക്കൂസ് ടാങ്കുകളിലെ മാലിന്യവും വെള്ളത്തിൽ കലർന്ന് ഒഴുകിയതോടെ നഗരം ദുർഗന്ധപൂരിതമായി. ലക്ഷങ്ങൾ ചെലവഴിച്ച് ആധുനിക പാതകൾ നിർമ്മിച്ച അധികാരികൾ അതനുസരിച്ച് ഓടകൾ പണിയാൻ കൂട്ടാക്കാതിരുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ പിശുക്ക് കാണിച്ച് ഓടകളുടെ ആഴവും വീതിയും കുറച്ചപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ മതിയാകാതെ വന്നു. റോട്ടറി ജംഗ്ഷനിൽ വെള്ളം ഒഴുകിപ്പോകാൻ 8 മാസം മുമ്പ് പണിത ടാങ്കാണ് പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു. ഈ റോട്ടറി ജംഗ്ഷനിൽ വെള്ളം കയറി ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഇവിടെ 4ാമത്തെ 5ാമത്തെ പ്രാവശ്യമാണ്. ഒരു 3 ആഴ്ച മുമ്പ് ഇവിടെ വെള്ളം കയറി ഇവിടെ ശരിക്കും പല വ്യാപാരികളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി. ഈ റോട്ടറി ജംഗ്ഷനിൽ ഒരു വെള്ളം വിടാനായിട്ട് ഒരു തിട്ട് പോലെ എന്തോ ഒരു കെട്ടിയിട്ടുണ്ട്. എന്താ അതിൻ്റെ പേര് നമുക്കറിയില്ല, കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ റോഡിലൂടെ കവിഞ്ഞൊഴുകുന്ന വെള്ളം ഈ ഓവിലൂടെ ഇതിൻ്റെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കാനയിലേക്ക് പോകാനായിട്ട് യാതൊരു സംവിധാനങ്ങളും ഇവിടെ ചെയ്തിട്ടില്ല. ഒരു ചെറിയ മഴ പെയ്തു കഴിഞ്ഞാൽ പോലും റോഡിലൂടെ വെള്ളം കമ്പിച്ച് ഇവിടെയുള്ള സമീപത്തുള്ള കടകളൊക്കെ മൊത്തം കയറിയാണ്. ഇത് ഞങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ അടുത്തും ഇന്നാൾ PW ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും ഇത് അന്വേഷിച്ച് വന്ന വില്ലേജ് ഓഫീസറുടെ അടുത്തും തഹസിൽദാരുടെ അടുത്തും എല്ലാം പറഞ്ഞ കാര്യങ്ങളാണ്. 1 മാസത്തോളം കഴിഞ്ഞിട്ട് ഇതിന് യാതൊരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഓരോ ദിവസവും മഴ പെയ്യുമ്പം ഇവിടെയുള്ള വ്യാപാരികളുടെ മനസ്സിൽ തീയാണ്. കാരണം ഇന്ന് തന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്, ഓരോ കടയിരിക്കുന്ന ടേബിളിൻ്റെ ലെവലിൽ വരെ വെള്ളം നിൽക്കുവാണ്. കാനയിൽ നിന്ന് ഈ കെട്ടിലേക്ക് ഒഴുകുന്ന വെള്ളം കടന്നു പോകാനായിട്ട് ചെറിയ ഒരു ഓവ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രസ് ക്ലബ്ബ് റോഡിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഇവിടെ നിന്ന് അമ്പലം ബൈപ്പാസ് റോഡിന്റെ അടിയിലൂടെ പുറത്തേക്ക് പോകുന്ന തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ 2 ഇഞ്ച് പോലും വ്യാസമില്ലാത്ത കുഴിയാണ് ഇതിനായി ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ആരോപണം. ഇത് തന്നെ പ്രശ്നം. ഈ സാധനം വന്നേ പിന്നെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 4 മാസമായിട്ട് വെള്ളം ശരിക്കും ഇതുപോലെ പൊങ്ങുവാണ്. എല്ലാ മഴയ്ക്കും ചെറിയ മഴത്തും വെള്ളങ്ങുവാണ്. മഴ മാറി 1 മണിക്കൂർ കഴിഞ്ഞാലും വെള്ളം ഇവിടെ ഇറങ്ങി പോകത്തില്ല. അതാണ് പ്രശ്നം. കാരണം ഈ സാധനം വന്നേ പിന്നെയാണ് വെള്ളം ഇവിടെ ഒഴുകി പോകുന്നില്ല. ഇവിടെ എന്തോരം വെള്ളം വന്നാലും അവിടെ സ്വല്പം വെള്ളമുള്ളൂ ഒഴുകുന്നിടത്ത്. ഇപ്പൊ നോക്കി കാണുന്നത് കറക്റ്റാണത്. തൊടുപുഴ മങ്ങാട്ടുകവല KKR ജംഗ്ഷനിൽ പൂമാലിൽ അഡ്വക്കേറ്റ് ബിജുവിന്റെ വീട്ടിൽ വെള്ളത്തിൽ കുടുങ്ങിയ 4 സ്ത്രീകളെയും കുട്ടികളെയും ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി. വീട്ടിൽ അരയ്ക്കൊപ്പം ഉയരത്തിൽ വെള്ളം കയറിയിരുന്നു. തൊടുപുഴ നഗരത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളും റോഡുകളും വെള്ളത്തിൽ മുങ്ങിയത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ വലച്ചു. പലർക്കും യാത്രാ സൗകര്യവും ലഭ്യമായില്ല.